എന്തുവാടി എക്സ്പ്രഷനൊക്കെ ഇടുന്നത്? ഹലോ, വ്യാഴാഴ്ചയായിട്ട് ഞാനൊരു ഇൻട്രിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ പെസഹ അപ്പം. അപ്പോൾ പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പം ഇവിടെ കറണ്ട് പോകുന്നത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയിൽ അരച്ച് വെച്ചായിരുന്നു. അപ്പം എന്തൊക്കെയാണ് അരച്ച് വെച്ചതെന്ന് വെച്ചാൽ തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജീരകവും ഒക്കെ ഇട്ടാണ് ഞാൻ അരച്ച് വെച്ചത്. അതുപോലെ ഉഴുന്നും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട്. അപ്പം അവിടെ തൊട്ടാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഞാൻ കുഴച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇൻട്രിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ആയിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല അടിപൊളിയായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഈ പാത്രത്തിലാണ് നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത് ഇൻട്രിയപ്പത്തിന് വേണ്ടി. അരിപ്പൊടിയാണെങ്കിൽ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ ഉപ്പെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരച്ച തേങ്ങയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകപ്പൊടിയും എല്ലാം ഇട്ട് അരച്ചത്, പിന്നെ ഉഴുന്നരച്ചത്. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രത്തിൽ കുഴയ്ക്കാൻ പോവുകയാണ് ഇൻട്രിയപ്പത്തിന് വേണ്ടി. ആദ്യം നമ്മൾ ഉഴുന്നാണ് ഇടുന്നത്. അപ്പം ഞാൻ എടുത്ത ഉഴുന്നാണെങ്കിൽ 1/4 കിലോയാണ് എടുത്തിരിക്കുന്നത്. അതാണ് അരച്ചത്. ഞാനിവിടെ അരച്ച് വെച്ച തേങ്ങയും ചുമന്നുള്ളി ആണെങ്കിൽ ഒരു 20-25 എണ്ണമാണ് എടുത്തത്. പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 അല്ലിയാണ് എടുത്തത്. പിന്നെ ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ മിക്സിയിലടിച്ച് അരച്ച തേങ്ങയാണെങ്കിൽ 1.5 മുറി തേങ്ങയാണ് എടുത്തത്. അതും കൂടെ ഞാൻ മിക്സ് ചെയ്യുവാണ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് വറുത്ത് വെച്ച അരിപ്പൊടിയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഉപ്പും കൂടി ഇടാം. കുഴയ്ക്കുന്നതിൻ്റെ കൂടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ ഇൻട്രിയപ്പത്തിന് വേണ്ടിയുള്ള വാഴയില എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തുടച്ച് വെക്കുവാണ്. അപ്പം ഇൻട്രിയപ്പം ഈ വാഴയിലയിലാണ് നമ്മൾ മടക്കി ആവി കയറ്റുന്നത്. അപ്പം ഈ ഒരു സൈസിലാണ് വാഴയില മുറിക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഇൻട്രിയപ്പം പരത്തുന്നത്. എന്നിട്ട് നമ്മൾ മടക്കി അപ്പച്ചപ്പിനകത്ത് ആവി കയറ്റുക. ചെറുത് നമ്മുടെ നൈറ്റോയ്ക്കും കൂടെ നമ്മൾ പരത്തുമ്പം നമ്മൾ വെള്ളത്തിൽ മുക്കിയാണ് പരത്തുന്നത്. പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കുന്നത്. നന്നായിട്ട് പരത്തി കിട്ടുകയും ചെയ്യും ഇലയിൽ. എന്നിട്ട് ഇതുപോലെ മടക്കും.
തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെക്കുവാണ്. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് ഇഡ്ഡലിയപ്പം റെഡി ആയോ ഇല്ലയോ എന്ന് നോക്കാവേ. വെന്തെന്നാണ് തോന്നുന്നത്. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം വെന്തോ ഇല്ലയോ എന്ന്. വെന്തിട്ടില്ല, കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ സ്റ്റീം ചെയ്യാം. ഏകദേശം ഇഡ്ഡലിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയപ്പം റെഡി ആയേക്കുവാണ്. ഈ ഇല മൊത്തം ഇങ്ങനെ ഇതുപോലെ ഡാർക്ക് കളറാവണം. അപ്പോൾ ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് കുറുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശർക്കര നല്ല മെൽറ്റായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ശർക്കര വെച്ചേക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറക്കാത്ത അരിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 പാൽ ഒഴിക്കുന്നുണ്ട്, ഒരു തേങ്ങ മൊത്തം. കുറുക്കുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുക്കി പിടിക്കാതിരിക്കാനാണ്. അതിനായിട്ട് ഒരു തവി കൊണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഞാൻ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. അപ്പം മധുരത്തിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇതുപോലെ കുറുകി വരുമ്പോൾ തലപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇഡ്ഡലിയപ്പവും കുറുക്കും കൂടെ റെഡി ആയേക്കുവാണ്. അമ്മേ, എങ്ങനെ ഉണ്ടായിരുന്നു ഇഡ്ഡലിയപ്പവും കുറുക്കും? എക്സ്പ്രഷനൊക്കെ ഇടുന്നത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ. ഏട്ടാ ബൈ കൊടുത്തു, ഒരു ഉമ്മ കൊടുത്തേ, ഫ്ലൈങ് കിസ് കൊടുത്തേ, ഫ്ലൈങ് കിസ് കൊടുത്തേ, ഫ്ലൈങ് കിസ് കൊടുത്തേ. ഓ